നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അനിവാര്യമായതും എന്നാൽ ഏറ്റവും അധികം അവഗണിക്കപ്പെടുന്നതുമായൊരു വിഭാഗമാണ് പോലീസ്. പോലീസുകാർ എപ്പോഴും മാധ്യമങ്ങൾക്ക് മുമ്പിൽ വില്ലൻ വേഷത്തിലാണ്. പോലീസിൻ്റെ കുറ്റം എത്ര പറഞ്ഞാലും നമ്മുടെ മാധ്യമങ്ങൾക്ക് തീരുകയില്ല. പോലീസ് ധാർഷ്ട്യം കാണിച്ചു, പോലീസ് തല്ലിച്ചതച്ചു, പോലീസ് പീഡനം നടത്തി, പോലീസ് നീതി നിഷേധിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്നും നമ്മൾ പോലീസിനെതിരെ ബഹളം വയ്ക്കും. പക്ഷെ പോലീസ് ഇല്ലാത്ത ഒരു സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? വളരെ കുറച്ച് പേർ ഈ സമൂഹത്തെ മുഴുവൻ സംരക്ഷിക്കുന്ന അവസ്ഥയാണ് പോലീസ് എന്ന സംവിധാനം. തീർച്ചയായും സമൂഹത്തിലെ എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ, പൗരോഹിത്യ വർഗത്തിൽ പോലും ഉള്ളതുപോലെ പോലീസിനും പുഴുക്കുത്തുകളുണ്ട്. ക്രിമിനൽ വാസനയുള്ളവരുണ്ട്, അഴിമതിക്കാരുണ്ട്. പക്ഷേ മഹാഭൂരിപക്ഷം പോലീസുകാരും മഹാഭൂരിപക്ഷം ഓഫീസർമാരും സാധാരണക്കാർക്ക് നീതി നടപ്പിലാക്കാൻ സാമൂഹിക ഉത്തരവാദിത്വത്തോടെയാണ് പെരുമാറുന്നത്. പക്ഷെ അതൊരിക്കലും അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് മാത്രം. തീർച്ചയായും പോലീസ് ഒരു യൂണിഫോം സേനയായതുകൊണ്ട് അവർക്ക് മേലധികാരികളെ അംഗീകരിക്കേണ്ടതുണ്ട്, അവരുടെ ഉത്തരവുകൾ നടപ്പിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നീതി നിഷേധിക്കാൻ മേലധികാരികൾ, രാഷ്ട്രീയ ഏമാന്മാർ പറയുമ്പോൾ മനസ്സോടെ അവർക്കത് ചെയ്യേണ്ടി വരും. ഏറ്റവും അധികം പോലീസ് വേട്ടയ്ക്ക് ഇരയായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനായിട്ടും പോലീസിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് അവരുടെ നിസ്സഹാവസ്ഥ കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു SHO ഉണ്ടാവാറുള്ളൂ. അയാൾക്ക് 24 മണിക്കൂറും ഡ്യൂട്ടിയാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ 8 മണിക്കൂർ ഡ്യൂട്ടി ചെയ്യാൻ ബാധ്യസ്ഥരാവുകയും അതിൽ 4 മണിക്കൂറും വിശ്രമിക്കുകയും ചെയ്താലും കൃത്യമായി ശമ്പളം കിട്ടുന്ന നാട്ടിൽ, ഒരു പണിയും ചെയ്യാതെ ശമ്പളം വാങ്ങുന്ന നാട്ടിൽ പോലീസ് ഓഫീസർമാരുടെ അവസ്ഥ അതിദയനീയമാണ്. അവർക്ക് കുടുംബജീവിതം പോലും നിഷേധിക്കപ്പെടുന്നു. പോലീസ് ചെയ്യേണ്ട 2 പ്രധാനപ്പെട്ട ജോലികൾ ക്രമസമാധാന പാലനവും കേസ് അന്വേഷണവും. ഇത് രണ്ടും അവർക്ക് ചെയ്യാൻ നേരമില്ലാത്ത വിധം അധിക ഡ്യൂട്ടി അവർക്കുണ്ട്. ജനമൈത്രി പോലീസ് എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ ട്യൂഷൻ പഠിപ്പിക്കാനും വീടുകളിൽ കൊണ്ട് വൃദ്ധരെ സംരക്ഷിക്കാനുമൊക്കെ പോലീസിനെ ചുമതലപ്പെടുത്തുന്ന ഏമാന്മാർ കയ്യടി മാത്രം ആഗ്രഹിക്കുമ്പോൾ ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് താഴത്തെ തട്ടിലെ പോലീസുകാരാണ്. VIP ഡ്യൂട്ടിയും എസ്കോർട്ട് ഡ്യൂട്ടിയും ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. മുൻപ് അവർ സേവനമനുഷ്ഠിച്ച കാലത്തെ കേസുകളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ പോയി നിൽക്കണം. ചില ജഡ്ജിമാർക്ക് പോലീസിനെ വിളിച്ചു നിർത്തി സമയം കളയിപ്പിക്കുമ്പോൾ, ശാസിക്കുമ്പോൾ ഒരു സുഖമാണെന്ന് പോലീസ് സേനയിൽ പലരും പറയാറുണ്ട്. ലഭ്യമായിരിക്കുന്ന പോലീസിനെ കൊണ്ട് അവരിതൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പലപ്പോഴും ഇച്ഛാഭംഗം ഉണ്ടാവുകയും മനുഷ്യരോട് മര്യാദയ്ക്ക് പെരുമാറാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യാറുണ്ട് എന്ന് അംഗീകരിച്ചുകൊണ്ട് വേണം നമ്മൾ പോലീസിനെ കൈകാര്യം ചെയ്യാൻ. ഞാൻ ഇത്രയും നീട്ടി ആമുഖം പറഞ്ഞത് ഇടുക്കി ജില്ലയിൽ നിന്നും കേട്ട ഒരു സന്തോഷകരമായ വാർത്തയാണ്. അത് വേണ്ടതുപോലെ ആഘോഷിക്കപ്പെടണം, അത് വേണ്ടതുപോലെ ഷെയർ ചെയ്യപ്പെടണം, അത് വേണ്ടതുപോലെ അഭിനന്ദിക്കപ്പെടണം എന്ന് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇടുക്കി ജില്ലയിലെ തടിയമ്പാട് കാർത്യാനി കവലയിലുള്ള ഒരു വർഗീസ്, ഈ വർഗീസ് മദ്യപിച്ച് വീട്ടിൽ വന്ന് ബഹളം വയ്ക്കുന്നു. ഇത് ആദ്യമല്ല, ഇത് പതിവാണ്. ഭാര്യയെയും മക്കളെയും ഒക്കെ വെട്ടിക്കൊല്ലുമെന്ന് പറഞ്ഞ് അദ്ദേഹം കത്തിയെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുന്നു. പേടിച്ചുപോയ ഭാര്യ പോലീസിനെ വിളിക്കുന്നു. അപ്പോൾ തന്നെ ഇടുക്കി പോലീസ് സ്റ്റേഷനിൽ നിന്നും ബിബിൻ എന്ന SIയും സയോൺ എന്ന സിവിൽ പോലീസ് ഓഫീസറും ഓടിയെത്തുകയാണ്. അവരവിടെ എത്തുമ്പോൾ കാണുന്നത് അക്രമാസക്തനായി നിൽക്കുന്ന വർഗീസിനെയാണ്. പക്ഷെ പോലീസിനെ കണ്ടപ്പോൾ വർഗീസ് ഭയന്നുപോയി. പോലീസ് കത്തിയൊക്കെ എറിഞ്ഞ് ജീവൻ ഒടുക്കാൻ തീരുമാനിച്ചു. കഥ കടച്ച് ഒരു കയർക്കുരുക്കുണ്ടാക്കി വർഗീസ് ഒരു ഭ്രാന്തനെ പോലെ മരണത്തിന് ശ്രമിക്കുന്നു. SI ബിബിനും CPO സിയോണും ആകെപ്പെട്ടുപോയി. അവർ ജനാലയിലൂടെ ആ മനുഷ്യനോട് അഭ്യർത്ഥിക്കുകയാണ് അരുതാത്തത് ചെയ്യരുതെന്ന്. ചേട്ടാ ചേട്ടാ ഞങ്ങളില്ലേ, ചേട്ടൻ ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് തരാവോ? തരാവോ? ഒരു 10 മിനിറ്റ് 10 മിനിറ്റ് ഞങ്ങളോട് സംസാരിക്കാവോ? 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. അതാഴ്ച 10 മിനിറ്റ് സംസാരിക്കാൻ പറ്റും. ചേട്ടാ വർഗീസ് ചേട്ടാ 10 മിനിറ്റ് സംസാരിക്കാം. അതൊന്നും കഴിച്ച് വർഗീസ് ചേട്ടാ വർഗീസ് ചേട്ടൻ പ്രതിയൊന്നും അല്ലല്ലോ, നമുക്ക് സംസാരിക്കാം. ഞങ്ങള് സംഭാഷണം ഒന്നല്ലേ. ഞാൻ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ തീരുമാനം എടുക്കാം. ഞാൻ നിങ്ങളെ 2 വിളിക്കാം. ഫാമിലി എന്തെങ്കിലും വിഷയം നമുക്ക് തീർക്കാം. അയച്ച് ഇപ്പൊ തന്നെ ഞാൻ തീരുമാനം എടുക്കാം. അയച്ച് ഞാൻ തീരുമാനം എടുക്കാം. ഉറപ്പല്ല കേറി നിൽക്കാം. വന്നിട്ട് കേറിട്ട് വർഗീസ് ചേട്ടാ ഞാനല്ല പറയണേ. വർഗീസ് ചേട്ടാ ഞാനല്ല പറയണേ. ഞാൻ ഉറപ്പ്. ഞാൻ 2 ദിവസമായിട്ടാണ് ജോയിൻ ചെയ്തിട്ട്. ഞാൻ നിങ്ങളെ വിളിപ്പിക്കും. ഞാൻ തീരുമാനം എടുക്കും. വർഗീസ് ചേട്ടാ ഇത് അഴിക്ക് ഒരു മകനാണെന്നുള്ളത് തീരുമാനിച്ചിട്ട് ഞാൻ നിങ്ങളൊരു മകനാണെന്നുള്ളത് പറ കേട്ടാ. നിങ്ങൾ അഴിക്ക് ഒരു മകനാണെന്നുള്ളത് നോക്ക്. ഞാൻ ചെയ്തുതരാം, എല്ലാ സഹായം ചെയ്തുതരാം.
ഡോർ തുറന്ന് വന്നോ വാ വായകട് വർഗീസേട്ടോ എന്താ പ്രശ്നം എന്താ നോക്ക് എത്ര ഹൃദ്യമായ ദൃശ്യങ്ങളാണെന്ന്. ആ പോലീസുകാരനാണ് ഞങ്ങൾ ഇവിടെ ഉണ്ടല്ലോ എന്ന് ആദ്യം പറയുന്നത്. തൊട്ടു പിന്നാലെ ആ വാദത്തിൽ പിടിച്ച് SI ബിബിൻ കരുണയോടുകൂടി ഏത് പ്രശ്നമാണെങ്കിലും പരിഹരിക്കാം, പറയുന്നത് ഞാനാണ്, സ്ഥലം SI ആണ്, ഞാൻ ഇവിടെ എത്തിയിട്ട് 2 ദിവസമായുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൈകാര്യം ചെയ്യാൻ സമയമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം സാന്ത്വനിപ്പിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. ആ വാക്കുകൾക്കുള്ളിൽ എന്നെ മകനെ പോലെ കാണൂ എന്ന് പറഞ്ഞ ആ വാക്കിൽ ആ ഗൃഹനാഥൻ വീണു പോകുന്നു. മദ്യത്തിനടിമയായി ജീവൻ ഒടുക്കാൻ തീരുമാനിച്ച മനുഷ്യൻ പതിയെ തൻ്റെ കൈകൾ ഉപയോഗിച്ച് കയറ് മാറ്റി ജീവിക്കേണ്ട എന്ന തീരുമാനം തിരുത്താൻ തയ്യാറാവുന്നു. കതക് തുറക്കുന്നു. അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ വർഗീസ് ചേട്ട എന്ന് വിളിച്ച് എത്ര ഊഷ്മളമായാണ് ഇടപെട്ടത്, എത്ര സ്നേഹത്തോടു കൂടിയാണ് സംസാരിച്ചത്. വർഗീസ് ചേട്ടൻ്റെ പ്രശ്നം പരിഹരിക്കാമെന്ന് വാക്ക് കൊടുക്കുക മാത്രമല്ല ചെയ്തത്, അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും ചെയ്തു. കൗൺസിലേഴ്സിനെ മറ്റേയും ഏർപ്പാടാക്കിയിട്ടാണ് SIയും CPOയും മടങ്ങിയത്. നോക്കൊരു മനുഷ്യൻ ജീവിതം തന്നെ വേണ്ടാന്ന് വെച്ച് കടുത്ത തീരുമാനം എടുത്തപ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു പോലീസ് ഓഫീസർക്ക് കഴിഞ്ഞു. പോലീസ് യൂണിഫോമിനെ കാണുമ്പോൾ മിക്കവർക്കും ഭയമാണ് തോന്നുന്നത്. എന്നാൽ ഒരു കൗൺസിലറേക്കാൾ, ഒരു പള്ളിയിലച്ഛനേക്കാൾ, ഒരു ഉസ്താദിനേക്കാൾ ആത്മവിശ്വാസത്തോടെ ഒരു മനുഷ്യനെ മരണത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് മനുഷ്യത്വത്തിൻ്റെയും കരുണയുടെയും ഉദാഹരണങ്ങൾ. ഇത്തരം നൂറുകണക്കിന് പോലീസ് നന്മകളുടെ കഥ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിലും നമ്മളാരും അറിയുന്നില്ലെന്ന് മാത്രം. ബിബിനും സിയോണിനും അഭിനന്ദനങ്ങൾ. ഈ പോലീസ് നന്മയുടെ കഥ നമുക്ക് ഏറ്റുപാടാം.